ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചേതക്കിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ അടുത്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ കേബിൾസൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ കുറച്ച് കേബിൾസ് ഉണ്ട്. ആക്സിലേറ്ററിൻ്റെ ഒരു കേബിളുണ്ട്, ക്ലച്ചിനൊരു കേബിളുണ്ട്, ഗിയറിൻ്റെ 2 കേബിളുണ്ട്, പിന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ കേബിളുണ്ട്. ചില കേബിൾസൊക്കെ നമ്മൾ ആദ്യം ഔട്ടർ ഇട്ടിട്ട് പൊസിഷൻ ചെയ്തിട്ട് പിന്നെയാണ് ഇന്നർ ഇട്ടത്, ഈ കേബിൾ കട്ടായി പോകാതിരിക്കാൻ. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഈ വയറിംഗ് കിറ്റിൽ നിന്ന് സ്പീഡോമീറ്ററിലേക്കുള്ളൊരു കേബിളുണ്ട്, പിന്നെ സ്വിച്ചിലേക്കുള്ള വയറും ഉണ്ട്. ഇതെല്ലാം നമ്മളിപ്പം ഫ്രണ്ടിൽ ഹാൻഡിൽ ബാറിലേക്ക് കൊടുക്കണം. ഈ കണക്ട് ചെയ്യുന്ന ഗിയറിൻ്റെ കേബിളാണ്. ഇതിൽ 2 കേബിൾ വരും. അപ്പ് ആൻഡ് ഡൗൺ മോഷന് വേണ്ടി സെപ്പറേറ്റ് കേബിൾസ് ആണ്. ഇതിലൊക്കെ ഒരഞ്ഞ കട്ടായിപ്പോ. കേബിളും വയറും എല്ലാം പൊസിഷൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് വീൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് നിർത്തിയിട്ട് ഹാൻഡിൽ ബാറും സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് ഹാൻഡിൽ ബാർ അങ്ങ് ടൈറ്റ് ആക്കുവാണ്. ഇപ്പോൾ കണ്ടാൽ ഒരു സ്കൂട്ടറിനെ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. ഫെൻഡറിൽ ഒരു ചെറിയ ഗാർഡുണ്ട്, അപ്പോൾ അത് നമ്മൾ പിടിപ്പിച്ചു. ബ്ലാക്ക് കളറാണ് അടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് ചിറകിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പുറത്താണ് ഈ ഫുഡ് റെസ്റ്റ് വരുന്നത്. ഫുഡ് റെസ്റ്റ് നമ്മളൊരു സിൽവർ പെയിൻ്റ് അടിച്ചു, അത് നമ്മൾ ടൈറ്റാക്കി. 4 ബോൾട്ടിലാണ് അത് നിൽക്കുന്നത്. അത് നേരെ ആ ചിറകിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതൊന്ന് ബോഡിയിൽ ഇടിക്കാണ്ടിരിക്കാനായിട്ടൊരു റബ്ബറിൻ്റെ ഒരു ബുഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഫിറ്റ് ചെയ്തു. ഇതൊരു സ്റ്റോറേജ് ബോക്സ് കൂടിയാണ്, അപ്പോൾ അതിനൊരു ലിഡുണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്കും ഇട്ട് അതും കൂടെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് സ്റ്റോറേജ് ബോക്സിലേക്ക് വന്നു. അവിടെ പ്രത്യേകിച്ച് നമ്മൾക്ക് അധികമൊന്നും ചെയ്യാനില്ല. ഒരു ലോക്കുണ്ട്, അത് ആ ലോക്ക് നമ്മൾ പുതിയൊരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ആ ലിഡിന് ചുറ്റിലുള്ള ഒരു ബീഡിങ് ഉണ്ട്, ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ബീഡിങ്, ഒരു റബ്ബർ ബീഡിങ് സോറി. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. അത് ആക്ച്വലി നമുക്ക് കിട്ടിയതിന് നീളം കൂടുതലായിരുന്നു, ലെന്ത് കൂടുതലായതുകൊണ്ട് അവസാനം വന്ന കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു.
അതിനുശേഷം ഇച്ചിരി കൂടെ ഒരു വലിയൊരു ബീഡിംഗ് ഉണ്ട്. അത് ഈ ബോഡിയുമായിട്ട് ടച്ച് ചെയ്യാൻ, ഈ സ്റ്റോറേജ് ബോക്സ് ബോഡിയുമായി ടച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.